ഇന്ന് പോർക്കിൻ്റെ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഉണ്ടാക്കി വന്ന സമയത്ത് അത് കറി പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ പോർക്ക് കഴിക്കില്ല, ഞാൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ തവണയാട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് കരുതി. 1 കിലോ പോർക്കാണ് എടുത്തത്. ഞാനിത് വേവിക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പോർക്കിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇത് ഞാൻ 5 വിസിൽ ആദ്യം വന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെയും 5 വിസിൽ കയറ്റിയിട്ടാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 10 വിസിലാക്കിയിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പോർക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സവാള അധികം ചേർക്കുന്നില്ല, കാരണം മധുരം ഉണ്ടെന്നാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്തവണ അത് ശ്രദ്ധിച്ചിട്ട് അധികം സവാള എടുത്തിട്ടില്ല. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ സവാള ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റിയത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചതും ചേർത്ത് ആ ഒരു പച്ചക്കുത്ത് മാറുമ്പോൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുത്ത് മാറുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പോർക്ക് ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഈ പോർക്ക് വേവിച്ച സമയത്ത് ഈ പ്രഷർ കുക്കറിൽ ഇതിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആർക്കും നെയ്യ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടില്ല. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് മാത്രം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് നല്ല കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, നമുക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി അവസാനം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ആണ് ഉദ്ദേശിച്ചെങ്കിലും കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.